2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കാൻ പോകുന്ന മറ്റൊരു മണ്ഡലം ആണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് ഇത്തവണ ശക്തമായ ത്രികോണപ്പോരിനാണ് കളം ഒരുങ്ങുന്നത്. വട്ടിയൂർക്കാവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും അവിടെ വോട്ട് നിലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നത് മാത്രവുമല്ല, 2-3 സ്ഥാനങ്ങളിലേക്ക് പോകുന്ന മുന്നണികളുടേത് വളരെ വിചിത്രമായ കണക്കുകൾ കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത്തവണയും അതിശക്തമായ ത്രികോണപ്പോരിന് തന്നെയാണ് വട്ടിയൂർക്കാവ് വേദിയാകുന്നത് എന്ന് വേണം എടുത്തു പറയാൻ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ BJP ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന ജില്ല എന്നത് തിരുവനന്തപുരമാണ് എങ്കിൽ തിരുവനന്തപുരത്ത് നേമത്തും വട്ടിയൂർക്കാവിലും അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയറിലേക്ക് പോയിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ശ്രദ്ധേയമായ മണ്ഡലം ആയി മാറുന്നത്. നമ്മൾ ഇനി പരിശോധിക്കുന്നത് വട്ടിയൂർക്കാവിൻ്റെ പോരാട്ടം എങ്ങനെ എന്നതാണ്. VV അരുണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അതിനു മുമ്പ് ചില ഡേറ്റകൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അതായത് വട്ടിയൂർക്കാവിൽ ഇത്തവണയും തീപ്പൊരി പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ കളത്തിൽ ഇറക്കിക്കൊണ്ട് 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനുള്ള കളം ആണ് ഒരുക്കിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. VK പ്രശാന്ത് നിലവിലെ MLA, തുടർച്ചയായി വിജയിക്കുന്ന VK പ്രശാന്ത് തന്നെ ഒരിക്കൽ കൂടി വട്ടിയൂർക്കാവിൽ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് വട്ടിയൂർക്കാവിലേക്ക് ആദ്യമായി VK പ്രകാശ് രംഗപ്രവേശനം ചെയ്തതെങ്കിൽ പിന്നീട് പ്രിയപ്പെട്ട MLA ആയി മാറുകയായിരുന്നു. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഒരു ക്രൗഡ് പുള്ളർ ലീഡർ എന്ന് തന്നെ ഇപ്പോഴും വിശേഷിപ്പിക്കാവുന്ന K മുരളീധരൻ, ആ മുരളീധരനെ വട്ടിയൂർക്കാവിലേക്ക് എത്തിക്കുമ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയ പോരിനാണ് കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാം. ആ ശ്രീലേഖയുടെ പേര് നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ് വട്ടിയൂർക്കാവിൽ. പക്ഷേ ഈ BJP നേതൃത്വവുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ആയിരുന്നു ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മേയർ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന നിലയിലൊക്കെയുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പോസ്റ്റ് ചെയ്ത രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. നമുക്ക് 2016 കണക്ക് നോക്കുമ്പോൾ 2016 അവിടെ K മുരളീധരൻ വിജയിച്ച് കയറുമ്പോൾ ആയിരുന്നു അതിശക്തമായ ഒരു പോരാട്ടം അവിടെ നടന്നത്. പ്രത്യേകിച്ച് K മുരളീധരൻ 1ാം സ്ഥാനത്തെത്തിയപ്പോൾ 2ാം സ്ഥാനത്തെത്തിയത് കുമ്മനം രാജശേഖരൻ ആയിരുന്നു. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്തെത്തുകയും അന്ന് CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്ന TN സീമ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ആ കണക്കിലുണ്ടാകുന്ന മാറ്റം ആണ് അടുത്ത 2019 തെരഞ്ഞെടുപ്പ്, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതിഫലിച്ചത്. അതായത് VK പ്രശാന്ത് വിജയിച്ചു കയറിയ തെരഞ്ഞെടുപ്പ് ആയിരുന്നു. അവിടെ പക്ഷേ കോൺഗ്രസ് 2ാം സ്ഥാനത്തേക്ക് എത്തിയെന്നും BJP 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നതുമാണ്. ഈ കണക്കിലെ കൗതുകം തന്നെയാണ് എടുത്തു പറയേണ്ടത്. UDFന്റെ സ്ഥാനാർത്ഥിയായ മോഹൻകുമാർ 2ാമതെത്തുമ്പോൾ S സുരേഷ് BJP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. 2021 സമാനമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. VK പ്രശാന്ത് അവിടെ വീണ്ടും വിജയിച്ച് കയറി. പക്ഷേ കണക്കുകൾ വീണ്ടും മാറുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അവിടെ VV രാജേഷ് ആയിരുന്നു, അതായത് ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ ആയിരുന്നു അന്ന് എതിരാളിയായി വന്നത് എന്നത് മാത്രവുമല്ല, 2ാം സ്ഥാനത്ത് വീണ്ടും BJP എത്തിയ സാഹചര്യം ഉണ്ടാകുന്നു. വീണ S നായർ ആയിരുന്നു കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്, UDFന്റെ സ്ഥാനാർത്ഥി. പക്ഷേ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇങ്ങനെയാണ് വട്ടിയൂർക്കാവിലെ കണക്കുകൾ കഥ പറയുന്നത് എങ്കിൽ ഇത്തവണ വട്ടിയൂർക്കാവ് ആർക്ക് അനുകൂലമാകും എന്നത് നമുക്ക് കണ്ടറിയണം. എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? VV അരുണുണ്ട്. അരുൺ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അതിൽ തിരുവനന്തപുരത്ത് കൂടുതൽ മണ്ഡലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവനന്തപുരത്ത് നേമമുണ്ട്, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം പോലെയുള്ള മണ്ഡലങ്ങൾ ഉണ്ട്. അതിൽ തന്നെ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ ഇത്തവണ കരുത്തരെ കളത്തിലേക്കിറങ്ങി 3 മുന്നണികളിലും അവരുടെ ശക്തിപ്രകടനത്തിൻ്റെ ഇടമാക്കി വട്ടിയൂർക്കാവിനെ മാറ്റുമ്പോൾ പൊതുവിൽ എന്താണ് അവിടുത്തെ ഒരു പൾസ്, അരുൺ? പക്ഷേ തികച്ചും അപ്രവചനീയമായ ഫലം അവിടെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷയുണ്ട്. സിറ്റിംഗ് സീറ്റാണ് ഇടത് മുന്നണി. 2011 മണ്ഡലം രൂപീകൃതമാകുന്നത്. അതിന്റെ ആദ്യ ജനപ്രതിനിധി K മുരളീധരനായിരുന്നു. 16 അദ്ദേഹം വിജയിക്കുന്നു. പക്ഷേ അദ്ദേഹം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മത്സരിക്കാൻ പോകുമ്പോഴാണ് വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ VK പ്രശാന്ത് ജയിച്ചു വരികയും ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി പ്രശാന്തിന് കഴിഞ്ഞതവണയും മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് നേരത്തെ MLA നിലയിലുള്ള അവിടുത്തെ ബന്ധങ്ങളും
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളുമാണ് മുരളീധരനെ ഇത്തരം ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വേണം കരുതാൻ. 10 വാർഡുകളിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 10 വാർഡുകളിൽ UDF-ന് ഭൂരിപക്ഷം ലഭിച്ചു. UDF കൗൺസിലർമാരുണ്ടായി. 9 BJP-യും 4 ഇടതുമുന്നണി ചുരുങ്ങുകയും ചെയ്തു. അതിന് പുറമെ ഒരു CPM വിമത സ്ഥാനാർത്ഥിയും അവിടെ വിജയിച്ചു. ആ കണക്കുകൾ തന്നെയാണ് കെ മുരളീധരനും കോൺഗ്രസിനും ഇപ്പോൾ ആത്മവിശ്വാസം നൽകുന്നത്. ആ മണ്ഡലത്തിന്റെ ആദ്യ MLA ആണ്. വിപുലമായ വ്യക്തിബന്ധങ്ങളുണ്ട്. കേരളത്തിൽ പല മണ്ഡലങ്ങളിലേക്കും പരിഗണിക്കപ്പെട്ട പേരാണ് കെ മുരളീധരൻ. പാലക്കാട് ഉൾപ്പെടെ, തിരുവമ്പാടി ഉൾപ്പെടെ, ഗുരുവായൂർ, അങ്ങനെ പല സംസ്ഥാനത്തിന്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കപ്പെട്ടു. അദ്ദേഹം അവിടെ വരണമെന്ന ആവശ്യവുമായി പാലക്കാട് ജില്ലാ ഘടകം അവിടെ അടക്കം രംഗത്തെത്തി നമ്മൾ കണ്ടതാണ്. ഒടുവിൽ മുരളീധരൻ തിരഞ്ഞെടുത്തത് വട്ടിയൂർക്കാവാണ്. തിരുവനന്തപുരം അദ്ദേഹത്തിന് താല്പര്യമുള്ള മണ്ഡലമായിരുന്നു, സെൻട്രലും. പക്ഷേ അദ്ദേഹം ഒടുവിൽ വട്ടിയൂർക്കാവ് എന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് അദ്ദേഹത്തിന് ധൈര്യം നൽകിയത് നേരത്തെയുള്ള വ്യക്തിബന്ധങ്ങൾക്കപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ്. അവിടെ 3-ാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണി പിന്തള്ളപ്പെട്ടു. BJP അവിടെ മറ്റു പല പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും ഒടുവിൽ ശ്രീലേഖയിലേക്ക് എത്തുകയായിരുന്നു. ശ്രീലേഖ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന്റെ പെട്ട ഒരു വാർഡിലെ, ശാസ്ത്രമംഗലം വാർഡിലെ കൗൺസിലറാണ്. അതുതന്നെയാണ് അവർക്ക് ആ വാർഡ് മണ്ഡലവുമായുള്ള ബന്ധം. പിന്നീട് ആ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരിയുമാണ് ശ്രീലേഖ. അതൊക്കെ കൊണ്ട് BJP-ക്ക് വ്യക്തിപരമായി അവിടെ ഉള്ള BJP-ക്ക് അവിടെ സംഘടനാപരമായുള്ള രാഷ്ട്രീയമായുള്ള വോട്ടുകൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ശക്തിയിൽ ജയിച്ചു വരാമെന്ന് തന്നെ BJP-യും കരുതുന്നു. CPM ആകട്ടെ, CPM-ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി നേരിട്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ്. VK പ്രശാന്തിന്റെ ജനകീയതയുണ്ട്. ഒരു CPM MLA-ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വിപുലമായ വ്യക്തിബന്ധങ്ങളുണ്ട്. പാർട്ടി ഭേദമന്യേയുള്ള വ്യക്തിബന്ധങ്ങൾ VK പ്രശാന്തിനെ ഈ കഴിഞ്ഞ 7 വർഷമായി മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. അങ്ങനെ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന വട്ടിയൂർക്കാവിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് അക്ഷരാർത്ഥത്തിലുള്ളത്. ഈ 20,000-25,000 പേർ വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കുമെന്നാണ് ആദ്യ റോഡ് ഷോയിൽ VK പ്രശാന്ത് അവകാശപ്പെട്ടത്. ഒരു സംശയവുമില്ല, വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കുമെന്ന് മുരളീധരനും ആവർത്തിച്ചു പറയുന്നു. ശ്രീലേഖയും വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് 5 മണ്ഡലങ്ങളെടുത്താൽ അതിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വരുന്ന മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. സാധാരണയ്ക്കപ്പുറത്തേക്ക് 3 മുന്നണികൾക്കും ശക്തമായ ബേസുള്ള, ശക്തമായ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലം എന്നതുകൂടിയാണ് പ്രത്യേകത. അവിടെ ഈ വോട്ട് കണക്കുകൾ, തെരഞ്ഞെടുപ്പുകൾ മാറി മാറി വരുന്ന വോട്ട് കണക്കപ്പുറത്തേക്ക് 3 മുന്നണികൾക്കും 3 പാർട്ടികൾക്കും CPM-നായാലും കോൺഗ്രസിനായാലും BJP-ക്കായാലും അതിശക്തമായ വേരുകളുള്ള മണ്ഡലമാണ്. അതിനപ്പുറത്തേക്ക് ഈ സ്ഥാനാർത്ഥികളുടെ മികവ് സ്വാഭാവികം പരിഗണിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയ സമീപകാല രാഷ്ട്രീയങ്ങൾ, ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയങ്ങൾ അതിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തീർത്തും അപ്രവചനീയമായി വട്ടിയൂർക്കാവ് മാറും. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഏത് പക്ഷത്തേക്ക് ചായും, ഏത് മുന്നണിയും ഭരിക്കാൻ മടിയില്ലാത്തൊരു മണ്ഡലമായി കൂടി അതിനെ കാണണം. BJP ഇതുവരെ അവിടെ വിജയിച്ചു വന്നിട്ടില്ലെങ്കിൽ 2ാം സ്ഥാനത്ത് വന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അവരുടെ മേയർ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽപ്പെട്ട കൊടുങ്ങാനൂരിൽ നിന്നുള്ള VV രാജേഷാണ്. അങ്ങനെ നിരവധി അനുകൂല ഘടകങ്ങൾ BJP-ക്കുമുണ്ട്. CPM-ന് അടിത്തറ ചോർന്നു പോയിട്ടാണ് അവർ ഉറപ്പിച്ചു പറയുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വട്ടിയൂർക്കാവ്. കോൺഗ്രസ് ആകട്ടെ മുരളീധരനിലൂടെ വീണ്ടും ചരിത്രം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ മുരളീധരനിലൂടെ ഏറ്റവും ശക്തരായ നേതാവിനെ കളത്തിലിറക്കി. അതും ഒരു സിറ്റിംഗ് സീറ്റ്, CPM-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുരളീധരൻ ഇറങ്ങിയെന്നതുകൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. യെസ്, അരുൺ സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 5 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ വട്ടിയൂർക്കാവ് ആർക്കും പിടികൊടുക്കാത്തത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോഴും അതോടൊപ്പം VV രാജേഷ് മത്സരിച്ചപ്പോഴും 2ാം സ്ഥാനത്തെത്തി. TN സീമ CPM-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ ആ 3ാം സ്ഥാനത്തുള്ള CPM-ന്റെ സ്ഥാനാർത്ഥിയായി അവിടെ VK പ്രശാന്ത് എത്തിയപ്പോൾ അദ്ദേഹം 1ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെയാണ് കണക്കുകൾ വട്ടിയൂർക്കാവിൽ മാറിമറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവ് ഇത്തവണ ആരെ തുണയ്ക്കും എന്നത് നമുക്ക് വോട്ടെണ്ണൽ പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.